നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കിന്ന് ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഉണ്ടായ ആക്രമണം, അതായത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, GCC മൊത്തം ഉലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇറാൻ എന്തുകൊണ്ട് GCC ആക്രമിച്ചു? ഈ ബേസിക്കലി ഇറാന്റെ പ്രശ്നം ഇസ്രായേലാണ്. എന്തുകൊണ്ട് ഇറാൻ GCCയിലേക്കും യുദ്ധം വ്യാപിപ്പിച്ചതെന്ന് വെച്ചാൽ, അമേരിക്കയ്ക്ക് ഇറാന്റെ യുറേനിയം ന്യൂക്ലിയർ ഉണ്ടാക്കുന്ന വികസനത്തിനെതിരെ അമേരിക്ക എടുത്ത നിലപാട് ഇറാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇറാന്റെ എല്ലാ ന്യൂക്ലിയറിന് സപ്പോർട്ട് ചെയ്യുന്ന യുറേനിയം നശിപ്പിക്കാനായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാലും യുറേനിയം കംപ്ലീറ്റ് ആയിട്ട് അമേരിക്കയ്ക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇറാന്റെ കയ്യിലുള്ള യുറേനിയം ഹിഡൻ ആണ്. അമേരിക്കയ്ക്ക് പോലും അറിയില്ല ഇറാന്റെ എക്സാക്ട് യുറേനിയം എവിടെയാണെന്നുള്ളത്. അമേരിക്കയ്ക്ക് അറിയില്ല. അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് ഇറാന്റെ ന്യൂക്ലിയർ തകർത്തു എന്നൊക്കെ. പക്ഷെ കറന്റ്ലി ഇറാന് 60% യുറേനിയം ഇപ്പോൾ നിലവിലുണ്ട്. അത് 90% ആക്കാൻ വളരെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു 3-4 മാസം കൊണ്ട് 19% ആക്കി കഴിഞ്ഞാൽ ഇറാന് പുഷ്പം പോലെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കാൻ പറ്റും. ഈ ന്യൂക്ലിയർ വെപ്പണും ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ വിടുന്ന ഓരോ അസ്ത്രങ്ങളും ഓരോ ബോംബുകളും ഫുൾ കംപ്ലീറ്റ്ലി ഫിനിഷിംഗ് ആയിരിക്കും. GCC, UAE ആയാലും ഖത്തർ ആയാലും സൗദി ആയാലും ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് അമേരിക്ക ഇറാനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അത് ഏകദേശം ഇറാൻ നശിക്കും എന്ന് തന്നെയാണ്. 90% ഇറാൻ നശിക്കും. കാരണം ഇറാൻ ഇത് യുറേനിയം ആണവോർജം ന്യൂക്ലിയർ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആവാൻ ഒരു സമയം ആവുമ്പോഴേക്കും അത് അമേരിക്ക അത് കണ്ടെത്തിയിട്ടില്ല. പക്ഷെ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്ന ആക്രമണങ്ങളിലൂടെ എല്ലാം അത് കംപ്ലീറ്റ്ലി ഇറാനെ തന്നെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത്. കാരണം ഇറാന് ഒരു പൊടി ഇറാന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ അതുകൊണ്ട് അവിടെ ന്യൂക്ലിയർ ഉണ്ടാക്കും. അവർക്ക് സയന്റിഫിക്കലി അവർക്ക് അതിനുള്ള കഴിവുണ്ട്. കൂടാതെ അവർക്ക് അതിനുള്ള ബ്ലൂ പ്രിന്റുകളും എല്ലാം അവരുടെ കയ്യിലുണ്ട്. അവർക്ക് ന്യൂക്ലിയർ ഉണ്ടാക്കാനുള്ള ശേഷിയുമുണ്ട്. പക്ഷെ യുറേനിയം അവർക്ക് അവരുടെ കയ്യിൽ അത്രയും ആയിട്ടില്ല. അതുകൊണ്ടാണ് അപ്പോഴേക്കും ഇറാനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. കാരണം ഇറാൻ ശരിക്കും ഇസ്രായേൽ അതൊരു പണ്ട് കാലത്തൊരു ഇതാണ്. പണ്ട് കാലത്ത് ഇസ്രായേലിലെ മുസ്ലിം സാമ്രാജ്യം വന്ന് അങ്ങനെ ഇസ്രായേൽ ഒരു കംപ്ലീറ്റ്ലി ക്രിസ്ത്യൻ ടീമാണ് ഇസ്രായേൽ. അവിടെ മുസ്ലിമുകൾ വന്ന് അങ്ങനെ മുസ്ലിം രാജ്യമാക്കി ആക്കാനുള്ള പരിപാടികൾ ചെയ്യുമ്പോഴാണ് അവിടെ യുദ്ധം തുടങ്ങുന്നത്. അങ്ങനെയാണ് പാലസ്തീനിയരും ഇസ്രായേലും രണ്ടും രണ്ടായിത്തീരുന്നത്. അങ്ങനെയാണ് ഈ ഇസ്രായേലും അതുപോലെ ഇറാനും പാലസ്തീനികരും ശത്രുക്കളായി മാറുന്നത്. അപ്പോൾ ഇസ്രായേൽ ഓൾറെഡി എല്ലാ രാജ്യവും സപ്പോർട്ടുണ്ട്. അമേരിക്കയുടെ സപ്പോർട്ടുണ്ട്, ഇന്ത്യയുടെ സപ്പോർട്ടുണ്ട്, GCCയുടെ സപ്പോർട്ടുകളുണ്ട്. GCC ശരിക്കും ഇറാൻ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ GCC അമേരിക്ക പറയുന്നത് കേൾക്കുള്ളൂ. അമേരിക്ക പറയുന്ന അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അമേരിക്ക എടുത്ത നയം GCCയും സമ്മതിച്ചു. ഇന്ത്യ പിന്നെ ചേരിചേര നയമാണ്. അത് എനിക്ക് അത്ര വിയോജിപ്പില്ല. ഒന്നെങ്കിൽ യെസ് ഓർ നോ, അതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. ഇന്ത്യ ചെയ്യുന്ന കാര്യം അതിൽ ചേരാം ഇതിൽ ചേരാം എന്നുള്ളൊരു രീതിയാണ്. അത് എനിവേ, എനിക്കിവിടെ പറയാനുള്ള കാര്യം, ഇവിടെ എന്തായാലും ഇറാൻ നശിക്കും തന്നെയാണ് ഏകദേശം ഉറപ്പാണ്. പക്ഷെ ഇറാൻ ഒന്ന് ശക്തി വന്നിരുന്നെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ ഇറാന് ന്യൂക്ലിയർ ഉണ്ടായി കഴിഞ്ഞാൽ
ഈ ഗൾഫൊന്നും ഇല്ലാണ്ടായി തീരും എന്നുള്ള കാര്യം ചിലപ്പോൾ സംഭവിക്കാം. കാരണം അത് നശിപ്പിക്കാൻ അമേരിക്കയിൽ ഉണ്ട് അതൊക്കെ. ഇപ്പൊ ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് വിട്ടാൽ അത് പ്രതിരോധിക്കാൻ അമേരിക്കയുടെ കയ്യിലും ഇവൻ GCCയുടെ കയ്യിലും അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഒരു UAE അല്ലെങ്കിൽ ഖത്തറിലോ വന്ന് വീണാൽ സെക്കൻഡിൽ ആയിരങ്ങളും പതിനായിരങ്ങളും മരിക്കും. പിന്നീട് അതിന്റെ കിരണങ്ങളും അതിന്റെ വൈബ്രേഷനും മൂലം ജലം ഇല്ലാണ്ടാവും. UAE ജലസംഭരണികൾ പ്ലാന്റുകളെല്ലാം തകരും. പിന്നീട് തലമുറകളിലേക്ക് അതിനുള്ള തലമുറകളുടെ കാര്യം വിട്, ഈ ജലവും പിന്നെ അവിടെ ഓൾറെഡി ഹോട്ട് ക്ലൈമറ്റ് ആണ്, മരുഭൂമിയാണ്, അവിടെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും. ഇവൻ അവിടെ ഇത് GCC ഓൾമോസ്റ്റ് ഇല്ലാണ്ടാവും. എണ്ണയുടെ വില കൂടും, സ്വർണത്തിന്റെ കാര്യം പറയാൻ വേണ്ട. അപ്പോൾ ഇതൊക്കെ എല്ലാ രാജ്യങ്ങളും ബാധിക്കും. അപ്പോ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക. പക്ഷെ അമേരിക്ക ചെയ്യുന്നത് അവരുടെ ഒരു നയമാണ്. കാരണം ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായാലും ബ്രസീലിന്റെ കയ്യിലോ ആരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായാലും അമേരിക്കക്ക് പേടിയാണ്. കാരണം ന്യൂക്ലിയർ ഇപ്പൊ ഇവൻ കൊറിയയിൽ തന്നെ അവർ ഭൂഖണ്ഡാന്തര മിസൈലുകൾ ഓരോന്ന് വിക്ഷേപിക്കുമ്പോൾ അമേരിക്ക അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ ഈ അതൊരു യുദ്ധത്തിലേക്ക് വന്നില്ല. യുദ്ധം വരാണ്ടതായിരുന്നു. ഉത്തര കൊറിയയും ഉത്തര കൊറിയല്ല, കൊറിയ കിം ജോങ് ഉന്ന അങ്ങനെ എന്തോ പറയുന്ന ഒരാള്, അവരുടെ മിനിസ്റ്റർ, അവരുടെ കയ്യിൽ ഓൾറെഡി 6-8 ന്യൂക്ലിയർ ബോംബുകളുണ്ട്. അത് അവർക്ക് ഒരു നിമിഷം അതൊക്കെ വിടുകയാണെങ്കിൽ ഈ എല്ലാം കൂടി എവിടെ അമേരിക്കക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ന്യൂക്ലിയർ ബോംബ് ആരുടെ കയ്യിൽ ഉണ്ടായാലും ഒന്ന് പേടിക്കേണ്ടതാണ്. ഇറാന്റെ കയ്യിൽ വന്നിട്ടില്ല. ഇറാന്റെ കയ്യിൽ 60% ന്യൂക്ലിയർ ഉണ്ടാക്കാനുള്ള സാമഗ്രികളുണ്ട്. പക്ഷെ അത് കണ്ടെത്തി അമേരിക്ക നശിപ്പിച്ചു എന്ന് പറഞ്ഞാലും എന്തോ അങ്ങനെ നശിപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ല. അത് നശിപ്പിക്കുകയാണെങ്കിൽ ഇറാനെ ഫുള്ളായി നശിപ്പിക്കണം, എന്നാലേ ഈ ന്യൂക്ലിയറിന്റെ ഒരു അവസാനം ഉണ്ടാവുകയുള്ളൂ. അത് ഏകദേശം അങ്ങനെ തന്നെ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അമേരിക്ക ഓൾറെഡി എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞല്ലോ. അവര് കടലിനടിയിലൂടെ മിസൈലുകൾ ഇടാനുള്ള പ്ലാനിങ്ങിലുണ്ട്. അപ്പോ ഇത് യുദ്ധം എന്തായാലും അധികം നീളില്ലാന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിന് മുകളിൽ ഒരാളുണ്ട്, മനസ്സിലായില്ലേ? ഒരാളുണ്ട്, ഇതെല്ലാം കാണുന്ന ഒരാള്. ആൾക്കറിയാം എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നൊന്നല്ല. അത് ഓരോ മനുഷ്യരും അത് മനസ്സിലാക്കേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമ്പോൾ അവൻ എവിടെ നിൽക്കുന്നത് എന്നുള്ള ഓർമ്മ അവന് വേണം. മനസ്സിലായല്ലോ? അതാണ് ഇതിന്റെ ബേസ് പോയിന്റ്. ഒരാള് എത്ര വലിയ ആളായാലും എത്ര താഴ്ന്ന ആളായാലും അയാൾ വന്ന ഇടം മറക്കരുത്. മനസ്സിലായോ? താങ്ക് യു.